ഈശോ മിശിഹായിൽ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ കഴിഞ്ഞ ഒക്ടോബർ 18 ഞാൻ ഉൾപ്പെടുന്ന ചെറുപുഷ്പ സഭയിലെ ഓരോ വൈദികരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നീ എന്തിന് ഇത് ഞങ്ങളോട് ചെയ്തു? കാരണം മറിച്ചൊന്നുമല്ല പ്രിയമുള്ളവരെ, തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ ഒരു വർഷത്തിന് ശേഷം തൻ്റെ മിഷൻ തീഷ്ണത ഉള്ളിൽ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഒരു യുവവൈദികൻ ടാൻസാനിയ മിഷന് യാത്രയായി. അവൻ ജീവിച്ചിരുന്ന സമൂഹത്തിൽ അവൻ ആയിരുന്നിടത്തെല്ലാം സന്തോഷം കൊടുത്തവൻ. അവനോടൊപ്പം ഇരുന്നവർ സന്തോഷിച്ചല്ലാതെ തിരിച്ചു പോയിട്ടില്ല. അവനെ അവിടെ വെച്ച് കർത്താവ് തിരിച്ചെടുക്കുന്നു. പ്രിയമുള്ളവരെ, ഓരോ വൈദികന്റെയും കണ്ണില് കണ്ണീരണിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്, നീ എന്തിന് ഇത് ഞങ്ങളോട് ചെയ്തു? നിനക്ക് വേണ്ടിയല്ലേ അവൻ വന്നത്? നിനക്ക് വേണ്ടിയുള്ളവർക്ക് വേണ്ടിയല്ലേ അവനായിരുന്നത്? പിന്നീട് എന്തിനാ നീ അവനെ തിരിച്ചെടുത്തത്? സ്നേഹമുള്ളവരെ, ഉത്തരമുള്ള ചോദ്യമല്ല ഇതൊന്നും. ഞാനായിരിക്കുന്ന സമൂഹത്തില്, ഞാനായിരിക്കുന്ന നിമിഷങ്ങളില് എൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങളെ കടത്തിവിടുമ്പോൾ ദൈവത്തോട് പരാതിപ്പെടുന്ന ഒരു സ്വഭാവം ഞാനും നിങ്ങളും ഉൾപ്പെടുന്നവർക്കുണ്ട്. ഈ പരാതികളുടെയും പരിഭവങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകൾ ദൈവത്തിൻ്റെ മുൻപിലേക്ക് അഴിച്ചു വെക്കുമ്പോൾ അവൻ മറിച്ച് ഒരു ഉത്തരം നൽകുന്നില്ല. പ്രിയമുള്ളവരെ, കാരണം സഹനത്തിന് ഉത്തരമില്ല. പഴയ നിയമ പുസ്തകത്തിൽ ഒത്തിരിയേറെ ബഹുമാനത്തോടെ ഞാൻ കണ്ടുനിന്നിരുന്ന ഒരു വ്യക്തിത്വമുണ്ട്, ജോബ് എന്ന വ്യക്തി. എല്ലാറ്റിനുമുപരിയായി ദൈവത്തെ സ്നേഹിച്ചവൻ, എല്ലാറ്റിനുമപ്പുറം ദൈവമുണ്ട് എന്ന് കരുതലോടുകൂടി ജീവിച്ചവൻ. അവന്റെ ജീവിതത്തിലേക്ക് സഹനങ്ങളെ കടത്തിവിടുകയാണ് ദൈവം. സഹനത്തിന്റെ ഘോഷയാത്ര ജോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജോബ് പറഞ്ഞുകൊണ്ടിരുന്നു, ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന്. അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അവന്റെ മക്കളെ നഷ്ടപ്പെട്ടു, അവനുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു, അവൻ രോഗിയായി തീർന്നു. അപ്പോഴും അവൻ പറഞ്ഞു, ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മിൽ ആർക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുവാനായിട്ട് സാധിക്കും? സഹനങ്ങളുടെ ഘോഷയാത്ര എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ദൈവമേ നിന്റെ മഹത്വത്തിനായി ഞാനിതാ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് എത്ര പേർക്ക് അത് കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, ജോബിന് അത് കഴിഞ്ഞുവെന്ന് പൂർണ്ണമായിട്ട് പറയുവാനായി നമുക്ക് സാധിക്കുകയില്ല. സഹനത്തിൻ്റെ വേളയിൽ കാലിടറിപ്പോകുന്ന മനുഷ്യരുണ്ട്. ഏതാനും നിമിഷ നേരത്തേക്ക് കാലിടറിപ്പോകുന്ന മനുഷ്യർ. ഗെത്സമനയിലെ ഹൃദയം പിളർക്കുന്ന വേദനയിൽ ദൈവപുത്രനായ യേശുവിന് പോലും കാലിടറി. അവൻ ഒരു നിമിഷം ചോദിക്കുകയുണ്ടായി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു കളയണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വിചാരം പെട്ടെന്ന് മനുഷ്യപുത്രനായ യേശുവിലേക്ക് വരികയാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ഇതേ ഒരു അനുഭവം ജോബിന്റെ ജീവിതത്തിലൂടെ കടന്നു വരികയാണ്. താൻ സ്നേഹിച്ചിരുന്ന ഭാര്യ കുറ്റപ്പെടുത്തി, തൻ്റെ സ്നേഹിതർ ഓരോരുത്തരായി വന്ന് കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഏതു മനുഷ്യനും തകർന്നു പോകുന്ന ആ വേളയിൽ ജോബും ശപിക്കുവാൻ തുടങ്ങി. താൻ ജനിച്ചിരുന്ന സമയത്തെ, താൻ ആയിരിക്കുന്ന വേളകളെ അവൻ ശപിച്ചു. ദൈവത്തോട് പരാതികളുടെയും പരിഭവങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകൾ അവൻ ഇറക്കി വെച്ചു. ദൈവം ശാന്തമായി എല്ലാം കേട്ടു. പക്ഷേ ദൈവം ഉത്തരം കൊടുത്തത് കൊടുങ്കാറ്റിലൂടെയാണെന്നാണ് ജോബിന്റെ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അവൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നുമല്ല ദൈവം ഉത്തരം പറഞ്ഞത്. അവന് ഒരു ഉത്തരവും കൊടുക്കുവാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ദൈവം പറഞ്ഞില്ല. പക്ഷേ ദൈവം ചില ചോദ്യങ്ങൾ അവനോട് തിരിച്ചു ചോദിച്ചു. ജോബേ, നിനക്ക് കാട്ടാടിന്റെ പ്രസവ സമയം അറിയാമോ? പേടമാന്റെ ഈറ്റ് നോവറിയാമോ? കുതിരക്കാരാ ശക്തി കൊടുത്തത് എന്നറിയാമോ?
കുഷ്ഠം വന്ന് പുഴുകുത്തിയിരിക്കുന്നവൻ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പരാതിപ്പെടുമ്പോൾ സ്നേഹനിധി എന്ന് വിശ്വസിക്കുന്ന ദൈവം തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങളാ. കാട്ടാടിൻ്റെ പ്രസവ സമയം അറിയാമോ എന്ന്. പ്രിയമുള്ളവരെ, ജോബിൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ അന്ന് അവിടെ വിശ്വാസം ഉപേക്ഷിക്കുമായിരുന്നു. അവസാനം ദൈവം പറഞ്ഞു വെച്ചു, ദൈവത്തിനോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ എന്ന്. പക്ഷേ ജോബ് നിശബ്ദനായിരുന്നു. പ്രിയമുള്ളവരെ, സഹനത്തിൻ്റെ വേളയിൽ ദൈവത്തോട് തർക്കിക്കുവാനായിട്ടാണ് നീ മുതിരുന്നതെങ്കിൽ നിനക്ക് ഉത്തരങ്ങളൊന്നും കിട്ടുകയില്ല. ദൈവത്തോട് തർക്കിച്ചതുകൊണ്ട് നിന്റെ സഹനങ്ങൾക്ക് മറുപടിയൊന്നും ഉണ്ടാവുകയില്ല. ദൈവത്തോട് പരാതിപ്പെട്ടത് കൊണ്ട് നിന്റെ സഹനങ്ങൾക്ക് ശമനമൊന്നും ഉണ്ടാവുകയില്ല. മറിച്ച് സഹനങ്ങളെ ദൈവിക ഇടപെടലുകളായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കാണണം. എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവാകണം എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. സഹനങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ ഒറ്റപ്പെടുത്തുകയാണ്, തള്ളിക്കളയുകയാണ് എന്ന് നമ്മളിൽ പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്ത 2 പേരുണ്ട്. ഒന്ന് പുത്രനായ ഈശോയും മറ്റൊന്ന് അവൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയവും. ലോകം കല്ലെറിയുമെന്ന് വിധിക്കപ്പെട്ടവള്, ലോകത്താൽ അപമാനതയായി മരിക്കപ്പെടുവാനായിട്ട് നിയോഗിക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകപ്പെടേണ്ടവള് അതൊന്നും വകവച്ചില്ല. പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ. കർത്താവിൻ്റെ മുമ്പിൽ സഹനത്തിൻ്റെ വേളയിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധയാമ കീഴ്വഴങ്ങിയത് കൊണ്ടാണ് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിന് ഒരു രക്ഷകനെ കിട്ടിയത്. ഈ സഹനത്തിൻ്റെ വേളയിൽ അമ്മ മറിച്ചൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിന് രക്ഷ കൈവരുമായിരുന്നോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ അമ്മയ്ക്കൊരു ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ വന്നിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിലേക്ക് ദൈവപുത്രന് കടന്നു വരുവാൻ ഒരു ഉത്തരമുണ്ടാകുമോ എന്ന് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. സഹനമോ വെറുപ്പോ കഷ്ടതയോ വേദനയോ വാളോ എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹനത്തിൻ്റെ വേളയിൽ പരിശുദ്ധ അമ്മ ഉത്തരം കൊടുത്തതുകൊണ്ട് മാലാഖ അവളെ വിളിച്ചത് നന്മ നിറഞ്ഞവളെ എന്ന്. പ്രിയമുള്ളവരെ, നന്മ നിറഞ്ഞ മനസ്സിൽ മാത്രമേ സഹനത്തിൻ്റെ മുൻപിൽ ഉത്തരം കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നന്മ കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറച്ചു വെക്കെങ്കിൽ മാത്രമേ എൻ്റെ സഹനത്തിൻ്റെ വേളയിൽ ദൈവത്തിന് ഉത്തരം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതേ പ്രിയമുള്ളവരെ, നന്മ നിറഞ്ഞ മനസ്സുണ്ടാകണം, എങ്കിലേ സഹനത്തെ ദൈവിക ഇടപെടലുകളായിട്ട് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. വീണ്ടും മറ്റൊരു വ്യക്തിയെ കണ്ടു, കർത്താവായ ഈശോ തന്നെ. സഹനത്തിൻ്റെ കൂരമ്പുകൾ തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ താൻ 3 വർഷക്കാലം ഊട്ടിയുറക്കി കൂടെ കൊണ്ട് നടന്ന ശിഷ്യന്മാർ കാവലായിരിക്കുമെന്ന് ആ ഈശോ കരുതി. അവനൊരല്പം ആശ്വാസത്തിന് വേണ്ടി തൻ്റെ ശിഷ്യരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ അവരുടെ സുഖത്തിന് വേണ്ടി സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ ചോദിച്ചു, പത്രോസേ, ഞാൻ വേദനകൾ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്കെങ്ങനെ ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഈശോ പച്ച മനുഷ്യനായിട്ടാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചത്. ഞാൻ വേദനകൾ സഹിക്കുമ്പോൾ എങ്ങനെ നിനക്കുറങ്ങുവാനായിട്ട് സാധിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യമാണ്. വേദനകളുടെ കൂരമ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഗ്രഹനാഥന്മാരായവർ ചോദിക്കാറുണ്ട്, എൻ്റെ ഭാര്യ ഞാൻ വേദനകൾ സഹിക്കുമ്പോൾ എങ്ങനെ അവൾക്ക് ഇതുപോലെ എന്നോട് പെരുമാറുവാനായിട്ട് സാധിക്കുന്നുവെന്ന്. കുടുംബത്തിന് വേണ്ടി രാവന്തിയോളം പണിയെടുത്ത് ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഗ്രഹനാഥൻ്റെ മുമ്പിൽ ഭാര്യ ക്രൂരമായി പെരുമാറുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ പോയിരുന്ന ആ ഗ്രഹനാഥൻ ചോദിക്കുന്ന ചോദ്യമായിരിക്കാം, പ്രിയമുള്ളവരെ, ഇത് എങ്ങനെ ഇവൾക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നുവെന്ന്. തൻ്റെ മക്കളെ തീറ്റി വളർത്തി, തൻ്റെ മക്കളെ പോറ്റി വളർത്തിയിട്ട് ഒരമ്മ തൻ്റെ കഷ്ടതകൾ മുഴുവനും തൻ്റെ മക്കൾക്കും തൻ്റെ ഭർത്താവിനും വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ അവരിൽ നിന്നും തിരിച്ച് അപമാനങ്ങൾ കിട്ടുമ്പോൾ ആ അമ്മയും ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെ ഇവർക്ക് ഇതുപോലെ എന്നോട് പെരുമാറാൻ കഴിയുന്നുവെന്ന്. പ്രിയമുള്ളവരെ, അതിന് ഉത്തരമൊന്നുമില്ല.
എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾക്ക് ഉത്തരം തേടി പോകുന്നവരാണ് നാമെങ്കിൽ പ്രിയമുള്ളവരെ, അവിടെ തുടങ്ങി നമ്മുടെ വിശ്വാസത്തിൻ്റെ പരാജയമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഒരു വേദന വരുമ്പോൾ ദൈവിക വിശ്വാസത്തെ കൈവിടുന്നവരാണ് നാമെങ്കിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അവിടെ തുടങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ പരാജയമെന്ന്. അവിടെ നാം പല പല വീഥികളിലേക്ക് തിരിയുന്നു, ആത്മഹത്യാപരമായ പ്രവണതകളിലേക്ക് തിരിയുന്നു. പ്രിയമുള്ളവരെ, ആത്മഹത്യ സഹനത്തിന് പരിഹാരമായിരുന്നെങ്കിൽ എത്രയോ പേർ ഇന്ന് സഹനത്തിൽ നിന്നും മോചിതരായേനെ. ആത്മഹത്യയല്ല സഹനത്തിന് പരിഹാരമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസം അതൊന്നു മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾക്കുള്ള ഉത്തരമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട്. IS ഭീകരന്മാർ ഒരു പറ്റം യുവാക്കളെ വധിക്കുവാനായിട്ട് ട്രക്കിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. ആ നിമിഷത്തിൽ ഭീകരന്മാർ ആ യുവാക്കളോട് പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾ രക്ഷിക്കാം, ഒരു കാര്യം ചെയ്താൽ മതി, നീ നിന്റെ വിശ്വാസത്തെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരിക, അങ്ങനെയുണ്ടെങ്കിൽ നിനക്ക് ജീവനോടെ ഇവിടെ നിന്ന് കടന്നു പോകാം. പ്രിയമുള്ളവരെ, ആ യുവാവ് പറയുന്ന ഉത്തരമുണ്ട്. ഒരു യുവാവ് അവരുടെ കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചു എന്ന് തന്നെ പറയണം. പ്രിയപ്പെട്ട സഹോദര, നിനക്ക് എൻ്റെ ജീവിതത്തെ തട്ടിയെടുക്കാം, നിനക്ക് എൻ്റെ രാജ്യത്തെ തട്ടിയെടുക്കാം, നിനക്ക് എൻ്റെ സമ്പത്തിനെ തട്ടിയെടുക്കാം, നിനക്ക് എൻ്റെ കുടുംബത്തെ തട്ടിയെടുക്കാം. പക്ഷേ എന്നിലുള്ള ദൈവത്തെ തട്ടിയെടുക്കുവാനായിട്ട് നിന്റെ ഈ ഭീഷണികൾക്കൊന്നും സാധ്യമാവുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന് വേണ്ടി മരിച്ചവരെന്നവരെ കുറിച്ച് നാം ഇന്ന് ഉദ്ഘോഷിക്കാറുണ്ട്. വിശ്വാസത്തിന് വേണ്ടി സഹിക്കുവാനായിട്ട് മടി കാണിക്കാത്തവർ ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാ പ്രിയമുള്ളവരെ ഈ ലോകം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ഒരു പിടി നന്മ അവശേഷിക്കുന്നത് കൊണ്ടാ ഇന്നും ദൈവം അതിനെ നശിപ്പിക്കാതെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം ആ നന്മ കടന്നു വരുന്നത് ചില മനുഷ്യരുടെ സഹനത്തിലൂടെയാണ്, ചില മനുഷ്യരുടെ വേദനകളിലൂടെയാണ് ആ ഒരു നന്മ നമ്മുടെ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ഗ്രഹാം സ്റ്റൈലിനെയും മക്കളെയും കൊല വിളിച്ച് ആർത്തിരമ്പി വന്ന ആ മതമർദ്ദകരോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഒരു കാര്യമാ, ക്ഷമിച്ചിരിക്കുന്നു എന്ന്. അതേ പ്രിയമുള്ളവരെ, ചങ്കുപൊട്ടുന്ന വേദനയോടെ ആയിരിക്കണം ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരമ്മ ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്, ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. അതാണ് പ്രിയമുള്ളവരെ സഹനമെന്ന് പറയുന്നത്. തൻ്റെ പ്രിയപ്പെട്ടതിനെയെല്ലാം തട്ടിയെടുക്കുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം കൊന്നൊടുക്കുമ്പോഴും ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയുവാനായിട്ട് ലോകത്തിൽ ഭൂമിയോളം താഴ്ന്ന് സഹിച്ചവളായിരിക്കണം ആ അമ്മ അല്ലെങ്കിൽ ആ ഭാര്യ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് പ്രിയമുള്ളവരെ സഹനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. സഹനത്തിന് അതിൽ തന്നെ അർത്ഥം കണ്ടെത്തുവാനായിട്ടാണ് നാം പരിശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വന്നു, എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വേദന കടന്നു വന്നു, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നിൽ നിന്ന് ഓടി ഒളിച്ചു. എന്തിന് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തിന് എന്നൊരു ഉത്തരമില്ല. കാരണം സഹനത്തിന് അതിൽ തന്നെ അർത്ഥമില്ല. മറിച്ച് ആ സഹനത്തെ ഞാൻ ഏതു മനോഭാവത്തോടെ സ്വീകരിക്കുന്നു എന്നതിലാണ് അതിൻ്റെ അർത്ഥമടങ്ങിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വേദനകളെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രോഗാവസ്ഥകളെ ഞാൻ ഏത് രീതിയിൽ സ്വീകരിക്കുന്നു എന്നതിലാണ് അതിൻ്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത്. സഹനത്തിലൂടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാനുള്ള ഒരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സഹനത്തിലൂടെ ലോകത്തെ വിശുദ്ധീകരിക്കുവാനുള്ള ഒരു വിളിയാണ് ലഭിച്ചിരിക്കുന്നത്. സഹനത്തിലൂടെ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള ഒരു വിളിയാണ് ലഭിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മറക്കരുത്, സഹനം ഒരു ദൈവവിളിയാണ്. സഹനം നിന്റെ ജീവിതത്തിൽ ഒരു നിയോഗമാണ്. സഹിക്കുന്നവൻ ദൈവവിളിക്ക് പ്രത്യുത്തരം കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു സഹനം ഒരു ദൈവവിളിയാണെന്ന്. എന്തുകൊണ്ടാണ് സഹനത്തെ ഒരു ദൈവവിളി എന്ന് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. സഹനത്തെ ഒരു ദൈവവിളിയായിട്ട് കാണുവാനായിട്ട് സാധിക്കുമോ എന്ന് പലരും ഇപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, സാധിക്കും. ഒരു വീട്ടിൽ
അമ്മയുടെ സഹനം മതി ആ കുടുംബത്തെ വിശുദ്ധീകരിക്കുവാൻ. പ്രിയപ്പെട്ട മാതാക്കളെ, നിങ്ങൾക്ക് ദൈവം തന്നൊരു വിളിയാണ് ആ കുടുംബത്തെ വിശുദ്ധീകരിക്കുക എന്നത്. നിങ്ങളുടെ സഹനങ്ങൾ വഴി, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ വഴി ആ കുടുംബത്തെ വിശുദ്ധീകരിക്കുക. എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, എന്നെ ക്രൂരമായി മർദ്ദിക്കുന്നവനാണ്, എന്നെ മനസ്സിലാക്കാത്തവനാണ്, എൻ്റെ വേദനകൾ പങ്കുവെക്കാത്തവനാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്കുള്ള വിളിയാണ് അതെന്ന് മനസ്സിലാക്കുക. ആ സഹനമാണ് നിങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുവാനുള്ള നിങ്ങളുടെ വിളി. വീണ്ടും കടന്നു വരികയാണ്. രാവന്തിയോളം പണിയെടുത്ത് ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അപ്പനെ മനസ്സിലാക്കാത്ത മക്കൾ, ഭർത്താവിൻ്റെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കാത്ത ഭാര്യമാർ ലോകത്തിൽ കുറവൊന്നുമല്ല. ലോകത്തിൽ അങ്ങനെയുള്ള ഭാര്യമാർ അന്യം നിന്ന് പോയിട്ടൊന്നുമില്ല. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, നിങ്ങൾക്കുള്ള വിളിയാണത്. ആ സഹനമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വിളി, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നിയോഗം എന്ന് പറയുന്നത്. അതേ പ്രിയമുള്ളവരെ, ആ നിയോഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ കുടുംബത്തെ, നിന്റെ സമൂഹത്തെ വിശുദ്ധീകരിക്കുവാനുള്ള നിയോഗവും വിളിയും നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് സഹനങ്ങളെ ദൈവികമായി മാറ്റുക, സഹനത്തിൻ്റെ ദൈവിക ഭാവം ഉണർന്നു വരിക എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് സഹനത്തിന് അർത്ഥമുണ്ടാവുക എന്ന് മനസ്സിലാകണം. വീണ്ടുമുണ്ട്, ഒത്തിരിയേറെ മക്കളുണ്ട് മാതാപിതാക്കളാൽ മനസ്സിലാക്കപ്പെടാതെ പോകുന്ന മക്കൾ. എൻ്റെ അപ്പൻ എന്നെ വേണ്ട, എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട, അവർക്ക് എന്നോട് സ്നേഹമില്ല. പല മക്കളുടെയും പരാതിയാണിന്നത്. പ്രിയമുള്ളവരെ, അത് വെറും പരാതി മാത്രമല്ല, അത് വാസ്തവവുമാണ്. എൻ്റെ ജോലി തിരക്കിനിടയിൽ, എൻ്റെ ബിസിനസ്സിനിടയിൽ എൻ്റെ മക്കളെ നോക്കുവാൻ എനിക്ക് നേരമില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾക്ക് മക്കളിൽ നിന്നും സ്നേഹം തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മക്കൾക്ക് സ്നേഹം കൊടുക്കണം. നിങ്ങൾ കൊടുക്കാത്ത സ്നേഹമൊന്നും മക്കൾ നിങ്ങൾക്ക് തിരിച്ചു തരികയില്ല. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ മനസ്സിലാക്കാത്ത മാതാപിതാക്കളാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദൈവവിളിയാണ്. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിയോഗം എന്ന് പറയുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സഹനമെന്ന് പറയുന്നത്. ആ സഹനം എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെയും ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഞാനായിരിക്കുന്ന കുടുംബത്തിൻ്റെ, ഞാനായിരിക്കുന്ന സമൂഹത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. അതേ പ്രിയമുള്ളവരെ, അങ്ങനെയാണ് സഹനങ്ങളെ ദൈവിക നിയോഗങ്ങൾ, ദൈവ വിളികളാക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്നത്. സഹനമില്ലാതെ ഒരുവനും രക്ഷപ്പെടുന്നില്ല എന്നുകൂടി തിരിച്ചറിയുക. സഹനമില്ലാതെ ഈ ലോകത്ത് രക്ഷ വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ കാണുന്ന ക്രൂശിത രൂപത്തിൽ ഒരു ദൈവം തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് രക്ഷ തരുവാൻ വേണ്ടിയായിരുന്നു. അവൻ അനുഭവിച്ച പീഡകൾ, അവൻ അനുഭവിച്ച സഹനങ്ങളുടെ രക്ഷയാണ് ഇന്ന് ഞാനും നീയും അടങ്ങുന്ന സമൂഹത്തെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അവന് വേണ്ടി കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ഒരമ്മ കരഞ്ഞതിൻ്റെ വേദനയാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന രക്ഷ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ അമ്മയുടെ കണ്ണീരിൻ്റെ വിലയാണ് എൻ്റെയും നിങ്ങളുടെയും രക്ഷ എന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തിന് രക്ഷ നൽകുവാനായിട്ട് രണ്ട് മനുഷ്യാത്മാക്കൾ ലോകത്തിൻ്റെ മുൻപിൽ സഹനത്തിൻ്റെ മാതൃകകളായി നിന്നതുകൊണ്ട് മാത്രമാണ് ഈ ലോകത്തിലേക്ക് രക്ഷ കൈവന്നത് എന്ന് മനസ്സിലാക്കണം. അതെ, സഹിക്കുന്നവന് മാത്രമേ രക്ഷ കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സഹിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് മാത്രമേ രക്ഷ കൈവരികയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹനങ്ങളുടെ മുൻപിൽ അടിപതറാതെ, പരാതിപ്പെടാതെ, ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചു വെക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മിലുണ്ടാകണം. ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ആ സഹനമാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കടബാധിതകളാൽ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നിനക്ക് എടുക്കുവാൻ കഴിയുന്നതിനപ്പുറം സഹനം തരികയില്ല എന്ന് ഒരു ഓർമ്മ വേണം. നിന്റെ ജീവിതത്തിന് വഹിക്കുവാൻ കഴിയാത്തതിലപ്പുറം ഒരു സഹനം ഒരുവനും ദൈവം കൊടുക്കുകയില്ല എന്ന് മനസ്സിലാക്കണം.
എത്രത്തോളം സഹനം നിന്റെ ജീവിതത്തിലേക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം നിന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അത്രത്തോളം ദൈവം നിന്നെ മനസ്സിലാക്കുന്നുവെന്ന് മനസ്സിലാക്കണം. അത്രത്തോളം ദൈവം നിന്നെ താങ്ങുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹനങ്ങൾ കിട്ടുമ്പോൾ ഒത്തിരിയേറെ സന്തോഷിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമ സഹനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവള. ദൈവമേ, ഇനിയും എൻ്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവള. കാരണം ആ സഹനത്തിലൂടെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു മനസ്സ് വിശുദ്ധ അൽഫോൻസാമയ്ക്കുണ്ടായിരുന്നു. അപരൻ്റെ സഹനങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് അവളെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാപ്തയാക്കിയത് പ്രിയമുള്ളവരെ ആ ഒരു തിരിച്ചറിവാണ്. സഹനങ്ങൾക്ക് രക്ഷ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ആ തിരിച്ചറിവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീ ആയിരിക്കുന്ന സമൂഹത്തിന് രക്ഷ വേണോ, നീ ആയിരിക്കുന്ന കുടുംബത്തിന് രക്ഷ വേണോ, നീ സഹിക്കുവാനായി തയ്യാറാകണം. നിന്നിലൂടെ ഈ സമൂഹത്തെ വിശുദ്ധീകരിക്കപ്പെടണമോ, നീ സഹിക്കുവാനായിട്ട് തയ്യാറാകണം. സഹനമല്ലാതെ മറ്റൊന്നും ഒരു വിശുദ്ധിക്ക്, ഒരു രക്ഷയ്ക്ക് പരിഹാരമില്ല എന്ന് മനസ്സിലാക്കണം. സഹനമായി ബലിയായി ഒരു ദൈവം തീർന്നത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവനോടെ ഈ ലോകത്തിലിരിക്കുന്നത്, ദൈവത്തിന് പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായിട്ട് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അപരന് വേണ്ടി സഹിക്കുവാനുള്ള ഒരു പരാതികൾ, ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അപരൻ്റെ ജീവിതത്തിന് വേണ്ടി സഹിക്കുവാനായിട്ട്, അവൻ്റെ വേദനകളെ മനസ്സിലാക്കുവാനായിട്ട്, അവൻ്റെ ദുഃഖങ്ങളെ ഏറ്റെടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സും നമുക്കുണ്ടാകണം. അതും ഒരു സഹനം തന്നെയാണ്. അപരനോടൊത്ത് സഹിക്കുക എന്നുള്ളതും ഒരു സഹനമാണ്. അവൻ്റെ വിഷമത്തിൽ ഒരു കുട്ട പോലെ വിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ ആശ്വാസം പകരുക എന്നതും ഒരു സഹനം തന്നെയാണ്. അതിന് എന്നെ ഞാൻ ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിലെ, അതുമല്ലെങ്കിൽ ബൈബിളിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ ഈശോ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. എൻ്റെ ഹിതത്തെ ഞാനിവിടെ ബലി കഴിക്കുക, നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന്. വീണ്ടും പരിശുദ്ധ അമ്മയും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. സഹനത്തിൻ്റെ വേളയിൽ ദൈവത്തിൻ്റെ മുൻപിൽ പരാതിയുമായിട്ട് ചെല്ലുന്നവന് ഒരേ ഒരു ഹിതമുള്ളൂ, എൻ്റെ ഹിതം നിറവേറട്ടെ എന്ന്. നിന്റെ ഹിതം നിറവേറുവാനല്ല ദൈവം നിന്നെ വിട്ടിരിക്കുന്നത്. നിന്റെ ഹിതം ഈ ലോകത്തിലേക്ക് വ്യാപിപ്പിക്കുവാനല്ല ദൈവം വിട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറക്കി കൊടുക്കുവാനായിട്ടാണ്. നിനക്ക് മാത്രം ചെയ്തു തീർക്കുവാനുള്ള ഒരു കടമയുണ്ട് ഈ ലോകത്തിൽ. നിനക്ക് മാത്രം ചെയ്തു തീർക്കുവാനുള്ള ഒരു നിയോഗമുണ്ട് ഈ ലോകത്തിൽ. ആ നിയോഗത്തെ പൂർത്തീകരിക്കുവാനാ പ്രിയമുള്ളവരെ നിന്നെ ഇവിടേക്ക് വിട്ടിരിക്കുന്നത്. ആ നിയോഗത്തെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ക്ലേശകരമായൊരു കാര്യമാണ്. അത് സഹനത്തിലൂടെ മാത്രം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹിക്കുവാനായിട്ട് പരാതികളും പരിഭവങ്ങളും ഉണ്ടാകരുത്. സെമിനാരി പഠനകാലത്ത് ഒരു അമ്മയെ പരിചയപ്പെടുവാനായിട്ട് ഇടയായി. ആ അമ്മയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അമ്മ സന്തോഷത്തോടെ ഞങ്ങളെ സ്വാഗതം ചെയ്തു. വീട്ടിലേക്ക് പ്രവേശിച്ചു. തളർന്നു കിടക്കുന്ന ഭർത്താവ്, മന്ദബുദ്ധിയായ മകൻ. പ്രിയമുള്ളവരെ, ആ അമ്മ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിയപ്പെട്ട അച്ഛ, ഞാൻ എന്നും രാവിലെ കുർബാനയിൽ പങ്കെടുക്കും, എന്നും രാവിലെ പ്രാർത്ഥിക്കും, എന്നും രാവിലെ എൻ്റെ ദൈവത്തിന് നന്ദി പറയും. പ്രിയമുള്ളവരെ, ഞാൻ മനസ്സിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ കാലഘട്ടത്തിൽ, എന്തിനു വേണ്ടിയാ ഈ അമ്മ നന്ദി പറയുന്നത്? എന്തിനു വേണ്ടിയാ ഈ അമ്മ പ്രാർത്ഥിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ഈ അമ്മ പ്രാർത്ഥിക്കുന്നത് എന്ന്. അതിൻ്റെ ഉത്തരം പിന്നീടുള്ള കാലഘട്ടങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുതരികയാണ് ചെയ്തത്. സഹനത്തിൻ്റെ വേളയിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയാ ദൈവം കേൾക്കുക. ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചപ്പോഴാണ് ഈശോ മനസ്സ് നുറുങ്ങി രക്തം വിയർത്ത് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന എന്തിനു വേണ്ടിയായിരുന്നു? രക്ഷയ്ക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ദൈവമേ, നീ എനിക്ക് സൂക്ഷ്യത്തിനേൽപ്പിക്കപ്പെട്ട ഒരുവൻ പോലും നാശത്തിൻ്റെ പുത്രനല്ലാതെ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് യേശുവിന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് സഹനത്തിൻ്റെ വേളയിലാ പ്രിയമുള്ളവരെ. കാരണം അത് രക്ഷയുടെ പ്രാർത്ഥനയായിരുന്നു. ആ സഹനത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് രക്ഷയുടെ പ്രാർത്ഥനയായിരുന്നു.
എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് രക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുവാനായിട്ട് നാം തയ്യാറാകണം. ആ സഹനത്തെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകണം. നുറുങ്ങുന്ന ഹൃദയത്തോടെ ഇന്ന് ഇവിടെ ആയിരിക്കുന്നവരുണ്ടാകാം. എന്നെ ദൈവം കൈവിട്ടോ എന്ന ചോദ്യത്തോടുകൂടി ആയിരിക്കുന്നവരുണ്ടാകാം. ഇനി ജീവിതത്തിൽ പ്രത്യാശയില്ല എന്ന് കരുതുന്നവരുണ്ടാകാം. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. രക്ഷിക്കപ്പെടുവാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് ബൈബിളിലൂടെ നമുക്ക് സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. അതേ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടുവാൻ കഴിയാത്ത വിധം ദൈവം നിങ്ങളുടെ അടുത്ത് നിന്നും അകന്നു പോയിട്ടില്ല. സഹിക്കുന്നവനെ തോളിലേറ്റി നടത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആ ദൈവത്തോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. എൻ്റെ സഹനങ്ങളെ മാറ്റിത്തരണമേ എന്നല്ല, എൻ്റെ സഹനങ്ങളെ ദൈവനിയോഗങ്ങളാക്കി തരണമേ, എൻ്റെ സഹനങ്ങളെ വിശുദ്ധീകരണത്തിനുള്ള ഉപാധികളാക്കി മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക്. പ്രിയമുള്ളവരെ, പരാതികൾ പറയരുതേ. കാരണം ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ മനസ്സിലാക്കുന്നു, ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ നിരാശനായി നീ പടിയിറങ്ങി പോകരുതേ. നിന്റെ ജീവിതത്തെ നീ ഉപേക്ഷിക്കരുതേ. നിന്റെ വിശ്വാസത്തെ നീ തള്ളിക്കളയരുതേ. കാരണം ദൈവം നിനക്ക് വേണ്ടി നിന്നോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നവനാണ്. നിന്റെ ജീവിതത്തിൽ നന്മകളുണ്ടാകുവാൻ വേണ്ടി, നിനക്ക് വേണ്ടി നിന്നോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമാണ് നിനക്കുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം കണ്ണടച്ചു നിൽക്കാം. സ്നേഹപിതാവായ ദൈവമേ, എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് നൽകുകയാണ്. ആ ജീവിതത്തിലെ വേദനകൾ, ആ ജീവിതത്തിലെ സഹനങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ എല്ലാം ഞാൻ നിൻ്റെ മുൻപ് നൽകുകയാണ്. ഇതുവരെയും പരാതിപ്പെടുന്നവൻ്റെ അല്ലെങ്കിൽ പരാതിപ്പെടുന്നവരുടെ ഒരു മുഖമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. യേശുവേ, പരാതികളും പരിഭവങ്ങളും അഴിച്ചു വെച്ച് നിന്നെ സ്വീകരിക്കുവാൻ, ആ സഹനത്തിലൂടെ നിന്റെ സ്നേഹം കാണുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, ക്രൂശിതനായ നിന്റെ ആ മാതൃക എൻ്റെ ജീവിതത്തിലേക്ക് കടത്തിവിടുവാനായിട്ട് എന്നെ ഒരുക്കണമേ. സഹിക്കുമ്പോൾ ഞാൻ ദൈവകരങ്ങളിലാണെന്നുള്ള തിരിച്ചറിവ് എന്നെ വഴി നടത്തട്ടെ. സഹിക്കുമ്പോൾ ഞാൻ ദൈവത്തോടൊപ്പമാണെന്നുള്ള എൻ്റെ തിരിച്ചറിവ് എന്നെ കൈപിടിക്കട്ടെ. എൻ്റെ ദൈവമേ, നീ മാത്രമാണ് ആശ്രയമെന്ന് മനസ്സിലാക്കി നിരാശയുടെ പടിവാതിലിൽ നിന്നും പ്രത്യാശയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ നീ ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.